നല്ലൊരു വിസിബിലിറ്റിയാണ്. വൺ ടച്ചിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ സൺറൂഫ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ കിയയുടെ ഏറ്റവും പുതിയ കാരൻസ് ക്ലാവിസ് ആണുള്ളത് കേട്ടോ. അതായത് കാരൻസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ, അടിമുടി മാറിയിട്ടുള്ള വാഹനമാണ് കൂടെയുള്ളത്. അതായത് 6 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കുറേയധികം ഫീച്ചേഴ്സിലും ലുക്ക് കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുമാണ് നമ്മുടെ ക്ലാവിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു MPV വെഹിക്കിളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരൻസിനെ ആദ്യമായിട്ട് കാണുന്നത് 2022-ലാണ്. ഇപ്പം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു വാഹനമായിരുന്നു ഇതുവരെ നോക്കിക്കഴിഞ്ഞാലും. 2023 ആയപ്പോഴത്തേക്കും ഐക്കോട്ടി അവാർഡ് നേടുകയുണ്ടായി, ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ. അതേപോലെ 2024 ഗ്രാവിറ്റി എഡീഷൻ വന്നു. 2025 ആയപ്പോഴത്തേക്കും ഇതാ ടോട്ടലി മാറിയിട്ട്, അതായത് കസ്റ്റമേഴ്സിൻ്റെയൊക്കെ നീഡ് അനുസരിച്ചിട്ട് കുറേ കാര്യങ്ങൾ, അതായത് കിയയുടെ മറ്റ് വാഹനങ്ങൾ ഇപ്പോൾ സെൽറ്റോസ് ആണെങ്കിലും സോണറ്റ് ആണെങ്കിലും EV9 EV6 ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സിലോട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാസാണല്ലേ. ആ ഒരു ലൈനപ്പിലേക്ക് തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ക്ലാവിസും കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ഇന്റീരിയർ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവുക കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു കാരൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാവിസിനെ നോക്കാം. ഇനിയിപ്പോൾ ക്ലാവിസ് എന്നുള്ളൊരു പേര് ശരിക്കും പറഞ്ഞാൽ ഒരു ലാറ്റിൻ ഫ്രേസിൽ നിന്നാണ് കിയ ആ ഒരു ക്ലാവിസ് എന്നുള്ളൊരു പേര് ചൂസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കീ എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് എന്തായാലും കാരൻസിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ടും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ട് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു അപ്പർ പൊസിഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ വാഹനം എന്നുള്ളൊരു ഔട്ട്സൈഡ് ലുക്കിൽ നമുക്കൊരു ഫീൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ കിയയുടെ ഡിജിറ്റൽ ടൈഗർ ഫേസ് നമുക്ക് ഫ്രണ്ടിൽ കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. ഈ ഒരു കണക്റ്റഡ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കിയയുടെ ബാഡ്ജിങ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ആ ഒരു ഡിസൈൻ ചേഞ്ച്, അതായത് ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലേക്കാണ് ഫ്രണ്ട് ഫേസ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് മാത്രമല്ല റിയറും അങ്ങനെ തന്നെയാണ്. കാണിച്ചു തരാം. ഈ ഒരു ഐസ് ക്യൂബ് ഷേപ്ഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് നോക്കിയേ, പുതിയൊരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റാർ മാപ്പ് LED DR വിത്ത് ഇൻ്റഗ്രേറ്റഡ് ടേൺ സിഗ്നൽസ് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തൊട്ട് പുതിയൊരു ഡിസൈനിലാണ് ഈ ഒരു ഫ്രണ്ട് ഫേസ് കാണുന്നത്. തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും സ്കിഡ് പ്ലേറ്റ് കാണാം. അതും ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ്. കുറച്ച് സിൽവർ ഇൻസേഷനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു വാഹനത്തിന് കറക്റ്റ് ഒരു SUV ഫീൽ കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെയും കൂടെ ഉണ്ട് കേട്ടോ. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബോക്സി ഫീലിലേക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗം കൊണ്ടാണ്. അതേപോലെ ഗ്രില്ല് അടിമുടി മാറിയിട്ടുണ്ട്. നോക്കിയേ, ഫ്രണ്ട് ഫേസ് നൈസായിട്ടില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റിലൊന്ന് ആഡ് ചെയ്യുക. ഇനിയിപ്പം എഞ്ചിന് സൈഡിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം, അതായത് 1.4 ലിറ്റർ ആ ഒരു പെട്രോൾ എഞ്ചിൻ ഉണ്ടല്ലോ, അതിനിയില്ല. ഫുൾ 1.5 ലിറ്റർ പെട്രോൾ ആൻഡ് ഡീസൽ ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളത് 1.5 ലിറ്റർ TGDI പെട്രോൾ ടർബോ വേർഷനാണ് കേട്ടോ. മാനുവൽ ട്രാൻസ്മിഷനാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. അപ്പം എഞ്ചിൻ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രീം ലൈൻ നോർമൽ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നോർമൽ 1. രണ്ടാമത്തെ ഓപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു 1.5 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിൻ. അപ്പോൾ ഇതിൽ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഒരു മാനുവൽ ട്രാൻസ്മിഷൻ, IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ, DCT ട്രാൻസ്മിഷൻ, അങ്ങനെ 3 ഓപ്ഷൻസിലാണ് ഈ ഒരു വേരിയൻ്റ് ഉള്ളത്. ഡീസൽ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 1.5 ലിറ്റർ CRDI ഒരു എഞ്ചിനാണ് വരുന്നത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും പിന്നെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓപ്ഷനുമാണ് ആ ഒരു ഓപ്ഷൻസ് ഉള്ളത്. അപ്പം നോക്കുമ്പോഴത്തേക്കും ആ ഒരു എഞ്ചിൻ്റെ ഭാഗം എന്തായാലും നൈസായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു ടർബോചാറിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഇനി ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ഇൻറ്റീരിയർ ഭാഗം നോക്കിയ ഇൻറ്റീരിയർ ക്ലാവിസിൻ്റെ ന്യൂജൻ സ്റ്റൈലിലേക്കുള്ള പുതിയൊരു ഇൻറ്റീരിയർ ആണ് കാണുന്നത്. അതായത് കിയയുടെ ലൈനപ്പിലെ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ അറിയാലോ, വളരെ പ്ലസൻ്റ് ആണ്, കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ക്ലാവിസിലും ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. അപ്പം അതിലെ ആദ്യത്തെ പോയിന്റ് നമുക്കിപ്പോൾ സീറ്റ്സ് നോക്കിയാൽ സീറ്റ്സിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൽ തന്നെ 3 സ്റ്റെപ്പ് കൂളിംഗ് സിസ്റ്റം, അതായത് വെന്റിലേറ്റർ സീറ്റ്സ് ആണ് കിട്ടുന്നത് കേട്ടോ. അത് മാത്രമല്ല ഡ്രൈവർ സീറ്റ് 4 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സീറ്റ്സ് ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, കുറച്ചുകൂടെ ഡ്രൈവർക്കൊക്കെ കൺവീനിയൻറ്റിന് വേണ്ടി. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് വീലാണല്ലോ. സ്റ്റിയറിംഗ് വീൽ ഒന്ന് നോക്കിയേ, ടോട്ടലി മാറ്റിയിട്ടുള്ള, അതായത് നമ്മൾ സിറോസിൽ കണ്ട പോലത്തെ ഒരു സ്റ്റിയറിംഗ് വീലാണ്, ന്യൂജൻ സ്റ്റിയറിംഗ് വീലാണ് കാണുന്നത്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, അതിൽ തന്നെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഈസി ആക്സസിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ് ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വോയിസ് അസിസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഓവറോൾ ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡാഷ്ബോർഡ് ഒന്ന് നോക്കി, പുതിയൊരു ഡിസൈനിലാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുന്നത്. അത് മാത്രമല്ല AC വെൻസിൻ്റെ ഡിസൈൻ കണ്ടോ, നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേറെ രീതിക്കുള്ളൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഹസാർഡ് ബട്ടൺ ഇവിടെയായിട്ട് നൈസായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ ഒരു ഭാഗങ്ങളൊന്ന് നോക്കി, വലിയൊരു സ്ക്രീൻ കാണാം അല്ലേ.
അതിൽ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും 26.62 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ഏരിയ കാണാം. ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗവും ഡിജിറ്റൽ ക്ലസ്റ്ററിൻ്റെ ഒരു ഭാഗവും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ആയി വന്നിട്ടുള്ള പുതിയ ന്യൂജൻ സ്റ്റൈലിലുള്ള ക്ലസ്റ്റർ ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങൾ കണ്ടോ, ഇത് നമുക്ക് ഒരു സ്വാപ്പ് സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് എസിൻ്റെ ഓപ്ഷൻസിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസിൻ്റെ ഓപ്ഷനിലേക്ക് സ്വിഫ്റ്റ് ആകുന്നുണ്ട്. ഇതൊരു ഡിസ്പ്ലേ ആണ്. തൊട്ട് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും നാവിഗേഷൻ, വീഡിയോ ആ ഒരു ഭാഗങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കൺട്രോൾ സ്വിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എസിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ ഓപ്ഷനായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പം അത് കൊള്ളാം, ഈ ഒരു സംഭവം വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേയധികം യൂട്ടിലിറ്റി സ്പേസ്, അതായത് വയർലെസ് മൊബൈൽ ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. തൊട്ട് മുകളിലായിട്ട് ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് സി കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ 12 വോൾട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ ആ ഒരു കൺട്രോൾ, അതായത് 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഹിൽ ഡിസെൻറ്റ് കൺട്രോളിൻ്റെ ആ ഒരു കൺട്രോൾ ഓപ്ഷൻ, ഓൺ ഓഫ് സ്വിച്ചസ്. ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് പാർക്കിങ്ങിൻ്റെ ആ ഒരു സൗണ്ട് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ. ഇവിടെ ഒരു 1 ക്ലിക്കിൽ നമുക്ക് ആ ഒരു 360 ഡിഗ്രി ആ ഒരു ക്യാമറ, അതേപോലെ റിവേഴ്സ് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ അതാ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം കിടക്കുന്ന ഭാഗങ്ങൾ 360 ഡിഗ്രി ക്യാമറ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതേപോലെ റിയർ സൈഡ് കാണണമെങ്കിൽ അങ്ങനെ. അതേപോലെ തന്നെ ആ ഒരു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കുറേ ഓപ്ഷൻസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പ് വ്യൂ, പാർക്കിംഗ് ഡിസ്റ്റൻസ് വാർണിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ജസ്റ്റ് 12.25 ഇഞ്ചിൻ്റെ ആ ഒരു ക്ലസ്റ്റർ സൈഡ് നോക്കുമ്പോഴത്തേക്കും നോക്കിയാൽ ഡിജിറ്റൽ ക്ലസ്റ്ററാണ്, ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. അതിൽ തന്നെ എല്ലാ ഡേറ്റാസും നമുക്ക് കൃത്യമായിട്ട് കാണാം. കാരണം ഭയങ്കര രസമുണ്ട് നമുക്ക് ആ ഒരു തീം കാണാൻ വേണ്ടി ഓവറോൾ. അതേപോലെ തന്നെ ആ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മാറ്റി, ഇപ്പോൾ ക്രൂയിസ് കൺട്രോളിലെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും വളരെ ഈസിയാണ്. അതേപോലെ നമുക്ക് ആ ഒരു ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, അതായത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ലെഫ്റ്റ് സൈഡൊക്കെ നമുക്ക് ഡ്രൈവർക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ അറിയാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഓപ്ഷൻ എന്തായാലും ഇതിലും ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ വെഹിക്കിളിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ വെഹിക്കിളിൻ്റെ ഡയറക്ഷൻ, അതേപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ആഡ് ഓൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും സൈഡിൽ പുതിയൊരു ഡോർ ലോക്ക് യൂണിറ്റ് കാണാം കേട്ടോ. പുതിയൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 8 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതും ബോസിൻ്റെ സ്പീക്കേഴ്സാണ്. സൗണ്ട് ക്വാളിറ്റി അപാര സൗണ്ട് ക്വാളിറ്റിയാണ്. നമ്മൾ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ക്വാളിറ്റി, ബോസിൻ്റെ ആ ഒരു സ്പീക്കേഴ്സിൻ്റെ ഗുണം എന്തായാലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 64 ആംബിയൻ ലൈറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഇപ്പോൾ അത്ര വിസിബിൾ അല്ല, പക്ഷേ 64 ലൈറ്റ്സിൻ്റെ സപ്പോർട്ട്, ആംബിയൻ ലൈറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്യുവൽ ഡാഷ് ക്യാം, ഇപ്പോൾ എല്ലാ വണ്ടികളിലും അറിയാമല്ലോ, വളരെ യൂസ്ഫുള്ളും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഡ്യുവൽ ഡാഷ് ക്യാം ഇവിടെ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, എല്ലാ വണ്ടികളും ഇപ്പോൾ ഉള്ളതാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് പാനോറാമിക് സൺറൂഫ്. ഡ്യുവൽ പാനോറാമിക് സൺറൂഫ് വന്നിട്ടുണ്ട്. ടോപ്പ് എൻഡ് മോഡൽസിലെല്ലാം തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് വലിയ പാനോറാമിക് സൺറൂഫ് ആയിരിക്കും കിട്ടുക കേട്ടോ. ഇനി പ്രധാനപ്പെട്ട ഭാഗം, റിയർ സൈഡിലെ സെക്കൻഡ് റോ, തേർഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 ടച്ചിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് റിയർ സൈഡിലേക്ക് കയറാം. റിയർ സൈഡിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടുന്നൊരു വാഹനമാണല്ലോ. അതിൽ തന്നെ യൂട്ടിലിറ്റി സ്പേസ്, കപ്പ് ഹോൾഡേഴ്സ്, ചാർജിങ്ങിനുള്ള ഓപ്ഷൻസ് കൊണ്ടുള്ള കാര്യങ്ങൾ, AC വെൻസ് ഈ ഒരു റിയർ സൈഡിലുണ്ട്, ചെറിയൊരു ലൈറ്റ് യൂണിറ്റും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ റിയർ സൈഡിൽ കിട്ടുക എന്നുള്ളത് റിയർ സൈഡിൽ ഇരിക്കുന്നവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ഒരു സീറ്റിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും റിയർ സൈഡിലും ഫ്രണ്ടിലെ പോലെ തന്നെ സെയിം ആണ്. നമുക്ക് ഈസി ആയിട്ട് ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള നമുക്ക് ഈ ഒരു സീറ്റ്സ് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് റിക്ലൈൻ ചെയ്തിട്ട് ഈ ഒരു സീറ്റ്സ് നമുക്ക് മാക്സിമം ഇത്രയും വരെ ആക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ISO ഫിക്സിന് ഉള്ളൊരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. പിന്നെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പക്കാ ഒരു ബോസ് സീറ്റ് തന്നെയാണ് കേട്ടോ. ഇത് പറയാനുള്ളൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഒരു ഫ്രണ്ടിലെ സീറ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ, കുറച്ചൊരു ലെഗ് സ്പേസ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വിത്തൗട്ട് ആരുടെയും പെർമിഷനൊന്നും എടുക്കാതെ. ചെറിയൊരു ടേബിൾ, എന്തെങ്കിലും ഫുഡ് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഐപാഡോ ലാപ്ടോപ്പോ ഒക്കെ പ്ലേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അറ്റ്മോസ്ഫിയറും നമുക്കിതിൽ കാണാം. പിന്നെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഈ ഒരു സ്മാർട്ട് എയർ പ്യൂരിഫയർ നമുക്ക് കിയയുടെ കാരൻസിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അതേപോലെ കിയയുടെ മറ്റു വാഹനങ്ങളിലൊക്കെ കാണുന്നതാണ്. വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇതിൻ്റെ അകത്തുള്ള ബാറ്റ്സ്മെൻസ് എല്ലാം പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു സ്മെല്ല് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂണിറ്റാണ്. അതെന്തായാലും ഇതിലുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പനോറാമിക് സൺറൂഫ് കൂടെ വന്നപ്പോഴത്തേക്കും ഇൻറ്റീരിയർ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. അതായത് നല്ലൊരു വെളിച്ചം ഉള്ളിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക്
ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് എനിക്കൊരു ഫീല് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ യൂട്ടിലിറ്റിയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും നമുക്ക് മൊബൈൽ ഒക്കെ അല്ലെങ്കിൽ പേഴ്സൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി സ്പേസ് ഉണ്ട്. 2 സി ചാർജർ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയർ സൈഡിലെ AC വെൻസിൻ്റെ കൺട്രോൾ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം വെൻസ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലായിട്ടൊന്നുമല്ല, ഈ മുകളിലായിട്ടാണ് കേട്ടോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാബ് റെയിലുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഹുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കാണാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു റിയർ സൈഡിൽ ഈ ഒരു ഗ്ലാസ് പോർഷൻ ഉണ്ടല്ലോ, ഇത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പോർഷനാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്കുള്ള വിസിബിലിറ്റി ഒക്കെ പക്കയാണ്. എനിക്ക് തോന്നുന്നു സെഗ്മെന്റിലേക്ക് തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഗ്ലാസ് പോർഷനാണ്, ഏരിയ പോർഷനാണ് ഈ കാണുന്നത്. ഇതിലിപ്പം പ്രൈവസിക്ക് വേണ്ടിയിട്ട് ബ്ലൈൻഡ് കേർട്ടൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവ് എടുത്തുകൊണ്ട് സംസാരിക്കാം. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് സ്ട്രീം 1.5 ലിറ്റർ TGDI ടർബോ വേർഷൻ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഇതിൽ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 6 സ്പീഡ് മാനുവലാണ് ഇപ്പോൾ കയ്യിലുള്ളത്, മാനുവൽ ഓപ്ഷൻ. ഇത് കൂടാതെ IMD ട്രാൻസ്മിഷൻ ഉണ്ട്, അതേപോലെ തന്നെ DCT ഓപ്ഷനും ഉണ്ട്, ഓട്ടോമാറ്റിക്. അപ്പോൾ ഇപ്പോൾ മാനുവൽ ഓടിക്കുമ്പോൾ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇച്ചിരി പുഷ് ചെയ്ത് ഓടിക്കുവാണെങ്കിൽ നന്നായിട്ട് ഫാസ്റ്റായിട്ട് റെസ്പോൺസ് ഉണ്ട്. ഫ്യൂൽ എഫിഷ്യൻസി പറയുന്നത് 15.95 km/L ആണ്. ARI സർട്ടിഫൈഡ് ആയിട്ട് പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി കേട്ടോ. ഓവറോൾ നോക്കുമ്പോഴത്തേക്കും NVH ലെവലൊക്കെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓവറോൾ ബ്രേക്കിംഗ് പോയിന്റ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ ഒന്നുകൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഓൾറെഡി കാരൻസിൻ്റെയും ഇപ്പോൾ റിയർ സൈഡിലെ കംഫർട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ജേർണി പോകുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആണ്. റിയർ സൈഡിൽ ഇരുന്നാൽ കൂടെ നമുക്ക് ആ ഒരു ബോഡി റോളിൻ്റെ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ബോഡി റോളൊന്നും അധികം ഇല്ല ഈ ഒരു വാഹനത്തിൽ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കോൺട്രിങ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആണ്. ഹാൻഡ്ലിംഗ് വേസും നൈസായിരുന്നു. ഇപ്പോൾ പുതിയ ഈ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ഫൺ ടു ഡ്രൈവ് എലമെൻറ്റ് കൂടെ ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിസിബിലിറ്റി നോക്കി, ഭയങ്കര നല്ലൊരു വിസിബിലിറ്റിയാണ്. ഇത്രയും വലിയൊരു വാഹനമാണ് ഡ്രൈവ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഒതുക്കമുള്ളൊരു വാഹനം ഓടിക്കുന്ന ഒരു സെയിം ഫീൽ തന്നെയാണ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും പക്ക ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് ഡ്യുവൽ എയർ ബാഗ്, കേർട്ടൺ എയർ ബാഗ്, അങ്ങനെയായിട്ടുള്ള 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ADAS ലെവൽ 2 സപ്പോർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ADAS ലെവൽ 2ൻ്റെ സപ്പോർട്ട് പ്ലസ് 20 ഓട്ടോണോമസ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിൽ ഫ്രണ്ട് കൊളീഷൻ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ, സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ഓൾറെഡി ഞാൻ പറഞ്ഞു 360 ഡിഗ്രി ക്യാമറ സപ്പോർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ADASൻ്റെ സപ്പോർട്ട് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ 18 ഹൈ സേഫ്റ്റി പാക്കേജ് വരുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ടിലെ ഡ്യുവൽ ക്യാമറ അതൊരു സേഫ്റ്റി ഫീച്ചറാണല്ലോ. അതോടൊപ്പം തന്നെ ഉള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്, ABS, അതേപോലെ തന്നെ ESC വരുന്നുണ്ട്, അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, VSM വരുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലെയുള്ള അങ്ങനെ തുടങ്ങിയിട്ട് കുറേ അധികം സേഫ്റ്റി ഫീച്ചേഴ്സും ആഡ് ഓൺ ആയിട്ട് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓവറോൾ നല്ലൊരു പാക്കേജ് അല്ലേ ശരിക്കും നമുക്ക് ഈ ഒരു ക്ലാവിസിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഇത് നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിയയുടെ ലൈനപ്പിൽ സെൽറ്റോസിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു പൊസിഷനാണ്. ബഡ്ജറ്റ് ഏകദേശം സിമിലർ, ഒരു 12 lakh to ഒരു 22 to 24 lakhസിനുള്ളിൽ നിൽക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതുവരെ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നല്ലൊരു ഫീച്ചേഴ്സും പിന്നെ ഇത്രയും 6 സീറ്റർ അല്ലെ 7 സീറ്റർ ഓപ്ഷൻസിൽ ഇത്രയും നല്ലൊരു വാഹനം കിട്ടുക എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നവർക്ക് എന്തായാലും നല്ലൊരു ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വാഹനം കൂടിയാണിത്. ഇപ്പം ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതാണ് മെയിൻ പാർട്ട്. ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ കിയ കണക്റ്റിൻ്റെ ആ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോട്ടൽ കെയർ സിസ്റ്റം കിട്ടുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻട്രോ കാണിച്ച പോലെ റിമോട്ട് വിൻഡോ ഓപ്പൺ ആൻഡ് ഡൗൺ ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിനൊപ്പം തന്നെ ഹിന്ദി ആ ഒരു വോയിസ് കമാൻഡ് ഓപ്ഷനും കൂടി ഇപ്പോൾ സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ വോയിസ് കമാൻഡ് ത്രൂ നമുക്ക് വിൻഡോയും സൺറൂഫും ഒക്കെ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഓപ്പൺ സൺറൂഫ്. Opening the sunroof. ക്ലോസ് സൺറൂഫ്. Closing the sunroof. ഇതിനൊക്കെ പുറമെ നമുക്ക് കിയ കണക്റ്റിലൂടെ ഫൈൻഡ് മൈ കാർ, അതേപോലെ തന്നെ സറൗണ്ടഡ് വ്യൂ മോണിറ്ററിംഗ് സിസ്റ്റം പോലെയുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ കെയർ നമുക്ക് അല്ലെങ്കിൽ വാഹനത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിയ ആപ്പ് വഴി, കിയ കണക്ട് ആപ്പ് വഴി അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യട്ടെ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാവിസ് ഒരു 8 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് മുന്നേ 7 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കളറൂടെ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ഒരു ഐവറി സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ കേട്ടോ. പുതിയൊരു കാര്യം ആഡ് ഓൺ ആയി വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു സ്മാർട്ട് കീ യൂസ് ചെയ്തിട്ട് നമുക്ക് വിൻഡോസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻസ് കൂടെ ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. സൈഡിലെ മാറ്റങ്ങൾ നോക്കുമ്പോഴത്തേക്കും
നമുക്ക് റൂഫ് റെയിൽ ഓപ്ഷൻ കാണാം. ടോപ്പ് എൻഡ്സിലെല്ലാം തന്നെ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് റൂഫ് റെയിൽ ഓപ്ഷൻ ഉണ്ട്. മിഡ് വേരിയൻറ്റും സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം ഒരു ഡ്യുവൽ ടോണിലുള്ള ക്രിസ്റ്റൽ ടൈപ്പിലുള്ള അലോ വീൽസ് കാണാം. ഇത് 17 ഇഞ്ച് വീലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മിഡ് വേരിയൻറ്റും സ്റ്റാൻഡേർഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും അലോയുടെ വേർഷനിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ വീൽസിൻ്റെ സൈസിലും വ്യത്യാസമുണ്ട് കേട്ടോ. നൈസായിട്ടുള്ളൊരു അലോയ് അല്ലേ. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം വരുന്നത് അഡാസിൻ്റെ ലെവൽ 2 സപ്പോർട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ വേർഷൻ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതേപോലെ തന്നെ ഈ ഒരു മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലി ഫോൾഡബിളും അഡ്ജസ്റ്റും ചെയ്യാവുന്ന രീതിയിലുള്ള മിറേഴ്സാണ് കാണുന്നത്. പിന്നെ ഈ ഒരു ബ്ലാക്ക് തീമിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ കിട്ടാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രോം ഇൻസേഷൻ ഈ ഒരു ലൈൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതായത് എൻഡ് വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു ക്രോം ഇൻസേഷൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഡിസൈനും സൈഡ് ഡിസൈനിലും വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ക്ലാവിസിൻ്റെ റീസെയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും അട്രാക്റ്റീവ് പാട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അതായത് സ്റ്റാർ മാപ്പ് LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് കാണുന്നത്. നോക്കി ആ ഒരു കണക്റ്റഡ് ലൈനോട് കൂടി വരുമ്പോഴത്തേക്കും യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനിലാണ് കാണുന്നത് അല്ലേ. അത് മാത്രമല്ല ഇപ്പം ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഒരു ഓപ്ഷൻ ഈ ഒരു ഭാഗത്തായിട്ടും ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തായിട്ടും സെപ്പറേറ്റ് ചെയ്തൊരു ലൈൻ ഷേപ്ഡോട് കൂടി കൊടുത്തിട്ടുണ്ട്. അത് രസമുണ്ട്, വളരെ രസമുണ്ട് കാണാൻ വേണ്ടി. അതുപോലെ തന്നെയുള്ള ഒരു മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിനിലാണ്. പിന്നെ ആൻറ്റിന കാണാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങൾ എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ടോപ്പിനും മിഡ് വേരിയൻറ്റും ഒക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഡിഫോഗേഴ്സ് വൈപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഞാൻ ഇൻട്രോ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ യൂണിറ്റ് ഒരു സ്ക്വയർ ഷേപ്ഡോട് കൂടി കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വാഹനത്തിന് വീതിയുള്ളൊരു ഫീലിനാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു നീറ്റ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നല്ലൊരു ഡിസൈൻ ഫീലാണ് ഓവറോൾ കാണുന്നത്. അതും ഒരു സിൽവർ ഫിനിഷോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കാരൻസ് ക്ലാവിസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ബാഡ്ജിങ് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ബൂട്ട് സ്പേസ് നോക്കാം. 216 ലിറ്ററാണ് നമുക്ക് ബൂട്ട് സ്പേസ് കാണുന്നത്. ഇപ്പം കോമ്പറ്റീറ്റേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഏരിയ ആണ്. 50-50 ആയിട്ടുള്ളൊരു സ്പ്ലിറ്റ് സീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു വാഹനം എല്ലാവർക്കും അറിയാമല്ലോ 6 സീറ്റർ അതേപോലെ തന്നെ 7 സീറ്റർ ആ ഒരു 2 ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിയർ സൈഡിലെ ഭാഗങ്ങളൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസും നമുക്ക് ക്ലാവിസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓവറോൾ എന്തായാലും നമ്മുടെ കിയയുടെ പുതിയ കാരൻസ് ക്ലാവിസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ച മാറ്റങ്ങളോടെ കിയ നമുക്ക് വേണ്ടി അറിഞ്ഞ് നൽകിയേക്കുമാണ് നല്ലൊരു 6 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ വാഹനം. അപ്പം ഇപ്പം ഇൻറ്റീരിയർ ആണെങ്കിലും അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൊണ്ടാണെങ്കിലും ഓവറോൾ ലുക്ക് വൈസ് ആണെങ്കിലും കിടിലൻ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അപ്പം പ്രൈസിങ് ഞാനിപ്പോൾ ഒരു ആവറേജ് ആണ് പറഞ്ഞിട്ടുള്ളത്, കറക്റ്റ് പ്രൈസ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കമൻറ്റിലോ അല്ലെങ്കിൽ അതിനെ മുകളിൽ ഒഫീഷ്യൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്ന് മെസ്സേജായിട്ട് അയച്ചു തരിക. മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയറോടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.